ആദിവാസി സ്ത്രീയുടെ മൃതദേഹം ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകാൻ ആംബുലൻസ് കിട്ടാതെ വന്നതോടെ ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോയതിനെ ചൊല്ലി പ്രതിഷേധം. വയനാട് എടവക പള്ളിക്കൽ കോളനിയിലെ ചുണ്ടമ്മയുടെ മൃതദേഹമാണ് ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോയത്. ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിൽ അറിയിച്ചിട്ടും മൃതദേഹം കൊണ്ടുപോകാൻ ആംബുലൻസ് വിട്ടു നൽകിയില്ലെന്നാണ് പരാതി. സംഭവം വിവാദമായതിന് പിന്നാലെ കോൺഗ്രസ് പ്രവർത്തകർ ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധവുമായി എത്തി. സംഭവത്തിൽ വീഴ്ചയുണ്ടായെന്നാരോപിച്ച് ട്രൈബൽ പ്രൊമോട്ടറെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഇന്ന് വൈകിട്ട് 4 മണിയോടെയാണ് സംഭവം. മരിച്ച ആദിവാസി സ്ത്രീയുടെ മൃതദേഹം വീട്ടിൽ നിന്ന് ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകാനായിരുന്നു ആംബുലൻസ് വേണ്ടിയിരുന്നത്. വാഹനം ലഭിക്കാതെ വന്നതോടെ ഓട്ടോറിക്ഷയിൽ മൃതദേഹം കൊണ്ടുപോകുകയായിരുന്നു. എന്നാൽ 2 ആംബുലൻസാണ് ട്രൈബൽ ഓഫീസിൽ ഉണ്ടായിരുന്നതെന്നും വൈകുന്നേരം ഇവ രണ്ടും ലഭ്യമായിരുന്നില്ലെന്നും പറഞ്ഞ ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ പുറത്തുനിന്ന് ആംബുലൻസ് വിളിക്കാമായിരുന്നുവെന്നും എന്നാൽ ട്രൈബൽ പ്രൊമോട്ടർ ഇത് ചെയ്തില്ലെന്നും കുറ്റപ്പെടുത്തി. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. സംഭവം മേലുദ്യോഗസ്ഥരെ അറിയിക്കുന്നതിൽ പ്രൊമോട്ടർക്ക് വീഴ്ചയുണ്ടായെന്നും അദ്ദേഹം ആരോപിച്ചു. എന്നാൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചക്ക് ട്രൈബൽ പ്രൊമോട്ടറെ കരുവാക്കുകയാണെന്ന് ആരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം ശക്തമാക്കിയിട്ടുണ്ട്. വയനാട് മാനന്തവാടിയിലെ ആദിവാസി വയോധികയുടെ മൃതദേഹമാണ് ഓട്ടോറിക്ഷയിൽ പിന്നീട് ശ്മശാനത്തിലെത്തിച്ചത്. അധികൃതരെ ആംബുലൻസ് വിട്ടു നൽകാൻ അറിയിച്ചിട്ടും വിട്ടു നൽകിയില്ല. വൈകിട്ട് 4 മണിയായിട്ടും ആംബുലൻസ് എത്താതിരുന്നതോടെയാണ് ഓട്ടോറിക്ഷയിൽ മൃതദേഹം സംസ്കാരത്തിനായി കൊണ്ടുപോയത്. വയനാട് എടവക വീട്ടിച്ചാൽ ഊരിലെ ചുണ്ടമ്മയുടെ മൃതദേഹമാണ് വീട്ടിൽ നിന്ന് 4 കിലോമീറ്റർ അകലെയുള്ള ശ്മശാനത്തിലേക്ക് ഓട്ടോയിൽ കൊണ്ടുപോകേണ്ടി വന്നത്. ഇന്നലെ 10 മണിയോടെയാണ് വയോധിക മരിച്ചത്. വൈകുന്നേരം 4 വരെ ആംബുലൻസിന് വേണ്ടി കാത്തിരുന്നെങ്കിലും അനുവദിച്ചില്ലെന്ന് പരാതിയുണ്ട്. പിന്നാലെയാണ് മൃതദേഹം ഓട്ടോയിൽ കൊണ്ടുപോയത്. അതേസമയം സംഭവത്തിൽ പ്രതിഷേധിച്ച് UDF പ്രവർത്തകർ തിങ്കളാഴ്ച രാവിലെ ട്രൈബൽ ഓഫീസിന് മുന്നിൽ പ്രതിഷേധിക്കുകയും ചെയ്തു. പിന്നാലെയാണ് പ്രദേശത്തെ ട്രൈബൽ പ്രൊമോട്ടറെ സസ്പെൻഡ് ചെയ്തത്. വിഷയത്തിൽ കൂടുതൽ അന്വേഷണം നടത്താമെന്ന് പട്ടികവർഗ ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് മൃതദേഹം എത്തിച്ചിരുന്നു. എന്നാൽ ഇവിടെ നിന്ന് ശ്മശാനത്തിലേക്ക് പോകാൻ എന്തുകൊണ്ട് സമയത്ത് ആംബുലൻസ് ലഭ്യമാക്കിയില്ല എന്നാണ് അന്വേഷിക്കുന്നത്. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.